നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. നിങ്ങൾ നാളെ എന്ന ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ദൈവം അവിടെ നിങ്ങൾക്കായി വഴിയൊരുക്കി കാത്തിരിപ്പുണ്ട്. നമ്മുടെ ജോലികളിലും തീരുമാനങ്ങളിലും കർത്താവ് എനിക്ക് മുൻപേ പോകുന്നു എന്ന ബോധ്യം നമുക്ക് വളർത്താം. രണ്ടാമത്തെ പാഠം ഭയത്തെ വിശ്വാസം കൊണ്ട് നേരിടുക എന്നതാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ യെശയ്യാ 41:10 നമുക്ക് ബലമാകട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ആ സമയത്ത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത് ഓർക്കുക, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരം പിടിച്ചിരിക്കുന്നവർക്ക് വീഴ്ചകൾ സംഭവിക്കില്ല. മൂന്നാമത്തെ പാഠം ലക്ഷ്യം മറക്കാതിരിക്കുക. പൗലോസ്ലീഹായെ പോലെ ക്രിസ്തുവിനെ അറിയുക എന്നതിനേക്കാൾ വലിയൊരു നേട്ടം ഈ ലോകത്തിലില്ല എന്ന് തിരിച്ചറിയുക. അതിനായി നമുക്ക് ജീവിതത്തിലെ അനാവശ്യമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം.